സുഷ്മേസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചിക്കൻ മസാലയുടെ കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാനെല്ലാം കാണിച്ചു തരാം. അതിൻ്റെ അളവ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. വറുക്കുന്നത് ഒക്കെ പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഇത് ടേബിൾ സ്പൂൺ, ഇത് ടീസ്പൂൺ. 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറുജീരകം, 1 ടീസ്പൂൺ ഗ്രാമ്പു, കുറച്ച് ജാതിക്ക, 1 പൂ ജാതിപത്രി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കസ്കസ് 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കുരുമുളക്, കറുകപ്പട്ട 3 ഇഞ്ച്, അരി 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 ടേബിൾ സ്പൂൺ, ഏലക്ക 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ കശുവണ്ടി, 1 ബേ ലീഫ്, 13 വത്തൽമുളക്, നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുകയാണ്. ആദ്യമായി നമ്മൾക്ക് അരി വറുത്ത് കോരാം. അരി നമ്മൾ വറുത്ത് കോരുകയാണ്. അരി പൊരിഞ്ഞു വരുന്നുണ്ട്, നന്നായി പൊരിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി. അത് നമുക്ക് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് കശുവണ്ടി പരിപ്പിടാം. കശുവണ്ടി പരിപ്പ് ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നതും വരെയും നമുക്ക് വറുത്തെടുക്കാം. അതായത് ചിക്കൻ മസാലയ്ക്ക് അതിൻ്റെ കളറ് കിട്ടണമെങ്കിൽ അത് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. എങ്കിൽ മാത്രമേ ചിക്കൻ മസാലയ്ക്ക് കളറുണ്ടാവുകയുള്ളൂ. നമുക്കിത് വറുത്ത് ഈ ചിക്കൻ മസാല ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 5-6 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കുറച്ചേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കളറ് മാറി. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതിൻ്റെ അടിയിലൊക്കെ പൊടിയുണ്ടാവും. നമ്മളതെല്ലാം തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ അടുത്തത് നമുക്ക് തുടങ്ങാൻ. ഇനി നമ്മൾ ആദ്യമായിട്ട് കറിവേപ്പിലയാണ് ഇടുന്നത്. കറിവേപ്പില ഒന്ന് കളറ് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോൾ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. കളറ് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വത്തൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന വത്തൽമുളകാണ്. ബേ ലീഫും അതിലേക്ക് കീറിയിട്ടിട്ടുണ്ട്. ബേ ലീഫ് കീറിയിടണം, അല്ലെങ്കിൽ അതങ്ങ് ഇതായിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ അങ്ങ് പോകും, തെന്നി പോകും. പക്ഷേ അതിന് നേരം മൂപ്പ് ഒരേപോലെ ആകത്തില്ല. അതിനാണ് ബേ ലീഫ് കീറിയിട്ടത്. ഇനിയൊന്നും തന്നെ ഞാൻ മാറ്റി വറക്കുന്നില്ല. എല്ലാം ഇതിൽ തന്നെ അതിൻ്റേതായ കറക്റ്റ് മൂപ്പിന് ഓരോന്നോരോന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. കുരുമുളക് പൊട്ടി വരുന്ന സമയം നമുക്ക് അടുത്തതായിട്ട് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറുകപ്പട്ടയാണ് ഇട്ട് കൊടുത്തത്.
ഇനി നമുക്ക് കക്കോലം ഇട്ട് കൊടുക്കാം. ജാതി ഏലക്ക ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മൾ പെരിഞ്ജീരകം ഇടുന്നത്. ഇതെല്ലാം ഒന്നിച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. ഒന്നും തന്നെ കരിഞ്ഞു പോകരുത്. എല്ലാം ഒരേ മൂപ്പിൽ തന്നെ ആയിരിക്കണം. നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ചെറുജീരകം ഇട്ട് കൊടുക്കുകയാണ്. വേറെ വറുത്ത് കോരുമ്പോൾ നമുക്കതിന് ഗ്രാമ്പു ഇട്ട് കൊടുത്തു. വേറെ നമ്മൾ വറുത്ത് കോരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അതിനകത്തേക്ക് ജാതിക്കയും ഇട്ടു, ജാതിപത്രിയും ഇട്ടു. നന്നായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായി മൂക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഒട്ടും കരിയരുത്. നിർത്താതെ ഇളക്കി കൊടുക്കണം. കാരണം ഈ പാത്രം നല്ലതുപോലെ ചൂടായി. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഇത്രയും നേരം ഇളക്കുമ്പോഴേക്ക് കരിഞ്ഞു പോകും. എന്നാൽ ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് നല്ല അടിക്കട്ടിയുള്ള ഉരുളിയാണ്. അതുകൊണ്ട് പാകത്തിന് മാത്രമേ മൂത്ത് വരികയുള്ളൂ. പെട്ടെന്ന് കരിഞ്ഞു പോയില്ല. ഇൻഗ്രീഡിയൻസിൻ്റെ ഉള്ളെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് ഇരുന്നത്. നമ്മളിപ്പോൾ ഇട്ടത് കസ്കസാണ് കേട്ടോ. കസ്കസ് നല്ലതുപോലെ പൊരിഞ്ഞു വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. പണ്ട് കാലങ്ങളിലുള്ള ഒക്കെ ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഈ കസ്കസൊക്കെ കുതിർത്തിട്ട് അരകല്ലിൽ വെച്ച് അരയ്ക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോഴതല്ലല്ലോ, എല്ലാം റെഡിമെയ്ഡായിട്ടുള്ളതല്ലേ, ചിക്കൻ അടക്കം. നല്ല മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, സൂക്ഷിക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇതാ കസ്കസ് കണ്ടോ, പൊരിഞ്ഞ് ആ വെള്ള കളറിൽ കാണുന്നത് കസ്കസ് പൊരിഞ്ഞ് വന്നതാണ്. എല്ലാം ഒരേ പാകത്തിന് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. എല്ലാം നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പാകത്തിന് മൂത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ലോണം മൂത്ത് വരുന്നുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ കാണുന്നില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോ സാധനവും അതിൻ്റേതായ മൂപ്പ് ഒരേപോലെയായി വന്നിട്ടുണ്ട്. കറിവേപ്പിലേക്കൊന്നും കളറ് മാറിയിട്ടില്ല. നല്ലപോലെ മൂത്തും വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ അതിലിട്ടത് കറിവേപ്പിലയാണ്. അരിയും കശുവണ്ടിയും വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ഇട്ടത് കറിവേപ്പിലയാണ്. അതിന് ശേഷം മുളകിട്ട് ബേ ലീഫ് ഇട്ടു. ഇതൊന്നും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ കശുവണ്ടിയും അരിയും വറുത്ത് വെച്ചിരുന്നതും കൂടെ അതിലേക്ക് ഇട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി. അതുപോലെ വറ്റൽമുളകിൻ്റെ ഞെട്ടി ഞാൻ അടത്തി കളയുകയും ചെയ്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറേശ്ശെ കോരിയിടാം. നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് നന്നായി പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ മിക്സിയുടെ ജാറ് കേടാവും. അതുകൊണ്ടിട്ട് പൊടിച്ചു. ഇച്ചിരി ചൂടുണ്ടായിരുന്നു, പൊടിച്ചു. നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളത് രണ്ടായിട്ടാണ് പൊടിക്കുന്നത്. നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്.
അടുത്തതും കൂടെ നമുക്ക് അതേപോലെ പൊടിച്ചെടുക്കാം. മൊത്തം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കാം, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ചിക്കന് മാത്രമല്ല, ചിക്കൻ മസാലയായിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഇത് നമുക്ക് മുട്ടക്കറി വെക്കുന്നതിലിടാം, ബിരിയാണി മസാലയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സവോള, നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ സവോള കറി വെക്കുന്ന സമയത്ത് അതിനകത്ത് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പൊടിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്തു. അത് ജാറിൽ കിടന്ന് മിക്സ് ആകുന്ന അത്രയും നമ്മൾ കൈ കൊണ്ടാക്കിയാലാകത്തില്ല, അതിനാണ് ഞാൻ അങ്ങനെ ഇട്ട് പൊടിച്ചത്, മിക്സ് ചെയ്തത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഇവിടെ എല്ലാം നല്ല സ്മെല്ലാണ്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ആക്കി സൂക്ഷിക്കാം. നമുക്ക് 6 മാസം വരെയൊക്കെ ഇത് സൂക്ഷിക്കാൻ പറ്റും, കേടൊന്നും വരത്തില്ല, നന്നായിരിക്കും. അങ്ങനെ എൻ്റെ ചിക്കൻ മസാലയുടെ വർക്ക് തീർന്നു. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ